ശേ കാറിലൊക്കെ എന്താ ചളി. ഈ പൈപ്പ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ നിന്നാൽ കുറേ ടൈമും പോവും, നന്നായിട്ട് ക്ലീൻ ആവുകയില്ല. സർവീസ് സ്റ്റേഷനിൽ ഇടയ്ക്കിടെ കൊടുത്തു കഴിഞ്ഞാൽ പോക്കറ്റ് കാലിയാവുന്നതും അറിയില്ല. കുറച്ച് എമൗണ്ട് നമ്മളൊന്ന് ഇൻവെസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു സർവീസ് സെന്റർ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിന് പറ്റിയ അത്യാവശ്യം ഹൈ പ്രഷറുള്ള അഗാരോ എന്ന ബ്രാൻഡിന്റെ ഗ്രാൻഡ് 1500 വാട്ട്സിന്റെ പ്രഷർ വാഷറാണ്. അത്യാവശ്യം ക്ലീനിങ്ങിന് ആവശ്യമുള്ള ടൂൾസ് എല്ലാം നമുക്ക് ഇതിന്റെ കൂടെ ലഭിക്കുന്നുണ്ടെന്ന് മാത്രമല്ല സൈസും കുറവാണ് അല്ലേ. സിമ്പിൾ. അപ്പോൾ ഇതൊന്ന് മേടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ വെഹിക്കിൾ, വാള്, ഫ്ലോർ അങ്ങനെ കണ്ണിൽ കണ്ടതെല്ലാം അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ബോക്സിൽ മെയിൻ വാഷർ യൂണിറ്റ്, അതിൽ ഫിറ്റ് ചെയ്യാനുള്ള കുറച്ച് പാർട്സ് ലഭിക്കുന്നുണ്ട്, വീഡിയോയിൽ കാണിച്ചു തരാം. സ്പ്രേ ഗണ്ണ്, എക്സ്റ്റൻഷൻ, അഡ്ജസ്റ്റബിൾ നോസിൽ, ടെർബോ നോസിൽ, ഫോം സ്പ്രേ ബോട്ടിൽ, 5 മീറ്റർ ഔട്ട്ലെറ്റ് ഹോസ്, 3 മീറ്റർ ഇൻലെറ്റ് പൈപ്പ്. സാധാരണ ഈ പൈപ്പൊന്നും വാഷറിന്റെ കൂടെ കിട്ടാറില്ല, വലിയ വലിപ്പമൊന്നും ഇല്ലെങ്കിലും കൂടെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിലൊക്കെ അവിടെ ഇവിടെയും ഫിറ്റ് ചെയ്യാനുള്ള ഇൻലെറ്റ് കണക്ടർ, ഇൻലെറ്റ് ഫിൽറ്റർ, ബക്കറ്റ് ഫിൽറ്റർ, ടാപ്പ് കണക്ടർ, അങ്ങനെ കുറച്ച് അധികം സാധനങ്ങൾ ലഭിക്കുന്നുണ്ട്. പിന്നെ യൂസർ മാനുവലും നോസിലൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ലോങ് പിന്നും. ഇത്രയും സാധനങ്ങളാണ് ബോക്സിൽ നമുക്ക് ലഭിക്കുക. ഇനി ഇതിൻ്റെ ഫിസിക്കൽ ഓർമ്മ നോക്കുകയാണെങ്കിൽ വാഷർ മെയ്ഡ് ചെയ്തിട്ടുള്ള ABS കൊണ്ടാണ്, അതുകൊണ്ട് തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ആകെ ടോട്ടൽ വെയിറ്റ് വരുന്നത് 5.7 കിലോഗ്രാം ആണ്. വലിയ സൈസ് ഒന്നും ഇല്ലാത്തൊരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം. അഗാരോയുടെ ഏകദേശം എല്ലാ പ്രോഡക്റ്റുകളും നല്ല ബിൽഡ് ക്വാളിറ്റി ആയിരിക്കും. ഈ കണ്ട സാധനങ്ങളെല്ലാം ഈ ചിഹ്നപ്പെട്ടിയിൽ കൊള്ളിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം പാർട്സ് ആയിട്ടാണ് നമുക്ക് അയച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ തന്നെ ഇരുന്നിട്ട് ഇതെല്ലാം അസംബിൾ ചെയ്തെടുക്കണം. ബട്ട് സിമ്പിളാണ്, കാണിച്ചു തരാം. കൂടെ ലഭിക്കുന്ന വീൽസ് എല്ലാം ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ നിന്നോളും. ഇനി റിയർ പൈപ്പ് മൗണ്ട് ആൻഡ് ആക്സസറി ഹോൾഡർ ഇതേപോലെ സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഹാൻഡിൽ ഇതേപോലെ വെച്ചതിന് ശേഷം ഇവിടെയായിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുക. ഈ കാണുന്ന സ്പ്രേ ഗൺ ഹോൾഡറും പവർ കേബിൾ ഹോൾഡറും ഇതേപോലെ അങ്ങോട്ട് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി യൂസ് ചെയ്യാവുന്ന രീതിയിലേക്ക് ഇതിനാക്കിയെടുക്കണം. അതുകൂടി നോക്കാം. ആദ്യം ഈ കറുത്ത കളറിലെ ഔട്ട്ലെറ്റ് ഹോസ് എടുത്തതിന് ശേഷം ഇവിടെയായിട്ടുള്ള ക്വിക്ക് കണക്ടർ പോർട്ടിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഫിറ്റ് ആയി നിന്നോളും. ഇനി ഇത് റിമൂവ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ ചുമ്മാ ഈ ബട്ടൺ ഒന്ന് സൈഡിലോട്ട് മൂവ് ചെയ്ത് കൊടുത്താൽ മതി, അങ്ങ് പോരും. ഇനി ഔട്ട്ലെറ്റ് ഹോസിന്റെ മറ്റേ സൈഡിൽ സ്പ്രേ ഗണ്ണ് ഇതേപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇതും റിമൂവ് ചെയ്യണമെങ്കിൽ ഈ ബട്ടൺ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ സ്പ്രേ ഗണ്ണിന്റെ അറ്റത്തായിട്ട് എക്സ്റ്റൻഷൻ ഇതുപോലെ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നിങ്ങൾക്ക് വേണ്ട നോസിൽ ഏതാണോ അത് ഇവിടെയായിട്ടൊരു ആരോ കാണാം, അതും ഈ സ്പ്രേ ഗണ്ണിലുള്ള ആരോയും കൂടെ മാച്ച് ചെയ്തതിനു ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഈ ഓറഞ്ച് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതും റിമൂവ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം വരാനുള്ള ഇൻലെറ്റ് പൈപ്പിന്റെ ഒരു സൈഡിലായിട്ട് കണക്ടർ ഫിറ്റ് ചെയ്തിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ സൈഡിൽ ടാപ്പ് കണക്ടറും ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് വേണമെങ്കിൽ ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി, പൈപ്പ് ഓൾറെഡി നല്ല ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആവശ്യം വരുന്നില്ല. ഇനി വാഷറിന്റെ ബാക്കിൽ ആദ്യം ഇൻലെറ്റ് ഫിൽറ്റർ ഇവിടെയായിട്ട് ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം പൈപ്പിന്റെ ഈ കണക്ടർ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി, അവിടെ ഫിറ്റ് ആയി നിൽക്കും. ഇത് റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്ന് വലിച്ചാൽ മതി. എന്നിട്ട് പൈപ്പിന്റെ മറ്റേ സൈഡ് ടാപ്പിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുക. ടാപ്പ് തുറന്ന ശേഷം പവർ കണക്ട് ചെയ്തിട്ട് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓൺ ചെയ്യുക. ഇനി ഇതല്ലാതെ നിങ്ങൾ വാഷ് ചെയ്യുന്ന സ്ഥലത്ത് ടാപ്പ് ഒന്നുമില്ല, കുറച്ച് ദൂരമൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ഇതിന്റെ കൂടെ ലഭിക്കുന്ന ബക്കറ്റ് ഫിൽറ്റർ പൈപ്പിന്റെ ഒരു സൈഡിൽ കണക്ട് ചെയ്തിട്ട് ഇതേപോലെ ബക്കറ്റിൽ വെള്ളം നിറച്ച് അതിലേക്ക് ഈ ഫിൽറ്റർ ഇട്ടിട്ട് വേണമെങ്കിലും നമുക്ക് വെള്ളം പമ്പ് ചെയ്തെടുക്കാം. അപ്പോൾ സംഭവമൊക്കെ സെറ്റാണ്. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇത്രയൊക്കെ ചെയ്യാനുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് അങ്ങോട്ട് എടുത്ത് വെക്കേണ്ട ആവശ്യമുള്ളൂ. ഇനി ക്ലീനിങ് എപ്പടി ഇருக்கு എന്ന് നോക്കാം. വെഹിക്കിൾസ് ഒക്കെ ക്ലീൻ ചെയ്യാൻ അഡ്ജസ്റ്റബിൾ നോസിൽ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വെള്ളം വരുന്നതിന്റെ ആ ഒരു പവറും ആ വരുന്ന രീതിയൊക്കെ നമുക്ക് ഇതിലൂടെ ഇവിടെയായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും ഇതുപോലെ. പിന്നെ അഡ്ജസ്റ്റ്മെന്റ് നോസിലിന്റെ ഈ ഭാഗമായിട്ട് ഈ ബ്ലേഡിന്റെ ഭാഗം നന്നായിട്ട് ശ്രദ്ധിക്കുക, കാരണം പെട്ടെന്ന് ഡാമേജ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ഈ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ പണിയാവും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. 1500 വാട്ട്സ് പവർഫുൾ മോട്ടറിൽ 110 ബാർ വാട്ടർ പ്രഷറാണ് ഇത് ജനറേറ്റ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പവർ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ കാണാം എത്രത്തോളം ഇത് ക്ലീൻ ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഒരു മിനിറ്റിൽ 6.5 ലിറ്റർ വാട്ടർ ഫ്ലോ ആണ് ഈ വാഷറിലൂടെ വരുന്നത്. അതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഫോം ആഡ് ചെയ്യണമെങ്കിൽ ഫോം ബോട്ടിൽ എടുത്തിട്ട് അതിൽ കാറിനെ പതപ്പിക്കാൻ നിങ്ങൾ ഉപയോഗിക്കുന്ന ലിക്വിഡ് ഏതാണോ അത് കുറച്ച് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെള്ളവും ആഡ് ചെയ്തിട്ട് സ്പ്രേ ഗണ്ണിൽ ഫിറ്റ് ചെയ്തിട്ട് അങ്ങോട്ട് അടിച്ചു കൊടുത്താൽ മതി. നല്ല കറക്റ്റായിട്ട് തന്നെ നന്നായിട്ട് പതഞ്ഞ് വരുന്നുണ്ട്.
ഇതൊക്കെ വാങ്ങിച്ചത് മുതലാവണമെന്നുണ്ടെങ്കിൽ ഈ വെഹിക്കിൾ മാത്രം ഇങ്ങനെ കഴുകിക്കൊണ്ടിരുന്നാൽ പോരാ. വെഹിക്കിൾസ് മാത്രമല്ല, നമുക്ക് ഇതുപോലുള്ള സ്ഥലങ്ങൾ, ചുമരുകൾ, ടൈൽസ്, ഓയിലായിട്ടുള്ള പ്ലേസ്, അങ്ങനെ പലയിടങ്ങളും നമുക്ക് നല്ല വൃത്തിയായിട്ട് ഇതുകൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാൻ സാധിക്കും. ഇതിനൊക്കെ വേണ്ടിയാണ് ഈ ടെർബോ നോസിൽ കൊടുത്തിരിക്കുന്നത്. ഇതിലൂടെ അത്യാവശ്യം പവറിൽ റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വെള്ളം വരിക. അപ്പോൾ ഇതന്നെ നോക്കി എത്ര പെട്ടെന്നാണ് ചളിയെല്ലാം നല്ല ഒഴുകി പോകുന്നതെന്ന്. ഇനി ഇതിൻ്റെ അഡീഷൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ സ്പ്രേ ഗണ്ണിൽ ട്രിഗർ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ പിന്നീട് ഇത് പ്രസ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ചുമ്മാ കുട്ടികളൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് യൂസ് ചെയ്യുന്നതൊക്കെ ഒഴിവാക്കാം. മെയിൻ യൂണിറ്റിൽ ഇതാ ഇവിടെ ആയിട്ട് ഫോം സ്പ്രേ ബോട്ടിൽ വെക്കാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ഈ മെയിൻ യൂണിറ്റ് ഇതേപോലെ ഇങ്ങനെ തൂക്കി നടക്കണ്ട, ഇതിന് നല്ല വലിയ വീല് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുട്ടി നടക്കാം. അപ്പോൾ അത്യാവശ്യത്തിനൊക്കെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ പ്രഷർ വാഷറാണ്. ഇതുകൊണ്ട് ഞാൻ കാണിച്ചതും അതിനപ്പുറമുള്ള കാര്യങ്ങൾ ക്ലീൻ ചെയ്തെടുക്കാം. പിന്നെ ഇതിന് മുന്നേ ഞാൻ യൂസ് ചെയ്തിരുന്ന കാർ വാഷറിനേക്കാൾ കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റും അതേപോലെ തന്നെ കൊണ്ടു നടക്കാനൊക്കെ കുറച്ച് എളുപ്പമായിട്ട് തോന്നി. വാഷേഴ്സിന്റെ മൊത്തത്തിലുള്ള പ്രൈസ് എടുത്ത് നോക്കുമ്പോൾ ഇതിന് അത്ര വലിയ പ്രൈസ് ഒന്നും വരുന്നില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വലിയ ക്യാഷ് ഒന്നും മുടക്കില്ല, നമ്മുടെ ആവശ്യങ്ങളൊക്കെ നടക്കുന്ന ഒരു നല്ലൊരു മോഡൽ തന്നെയാണ് ഇത്. പോക്കറ്റിൽ കൊള്ളാത്ത ക്യാഷൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഹയർ മോഡലിലേക്കൊക്കെ വേണമെങ്കിൽ പോകാം. ഇനി ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രൈസ് മറ്റുള്ള ഡീറ്റെയിൽസ് എല്ലാം അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇതുപോലുള്ള പ്രോഡക്റ്റുകളുടെ വീഡിയോ വേണോ എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.